Hi dears, it's me MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിൻ്റെ പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികളെ, ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് മെയ് 24-ാം തീയതി വരുമ്പോൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ കൊടുത്തിട്ടില്ല, അലോട്ട്മെൻറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് കാണിച്ചിരിക്കും. ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ റിസൾട്ട് വരില്ല. ആരുടെ റിസൾട്ട്? ഈ കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ കയറി നോക്കിയിട്ടില്ലെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ പേര് കാണില്ല. നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യാൻ കേട്ടോ. പറയാൻ പോകുന്ന കാര്യം എന്താണെന്നുള്ളത്. സോ തീർച്ചയായിട്ടും ഇത്തരം അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട വാർണിംഗ് അപ്ഡേറ്റുകളും എല്ലാ സന്തോഷകരമായ വാർത്തകളും എല്ലാ അപ്ഡേറ്റുകളും അറിയാൻ MS Solutions +1 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. സോ ഡിയേഴ്സ്, നിങ്ങളൊരു +1 സയൻസ് ആഗ്രഹിക്കുന്ന, +1 സയൻസ് 2 വർഷം പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ +1 1 വർഷം പഠിച്ചാൽ മതി, +2 2ാമത്തെ വർഷം. ആ കുട്ടികൾക്കുള്ള പുസ്തകം ഇപ്പോൾ അവൈലബിൾ ആണ്. MS Solutionsൻ്റെ കേരളത്തിൻ്റെ നമ്പർ 1 ഷുവർ A+ മോഡ്യൂൾ ബുക്ക്. ഒരൊറ്റ ബുക്ക് മതി പൊന്നുമോനെ ചെറുപ്പക്കാര. ഫിസിക്സ് A+, കെമിസ്ട്രി A+, മാത്സ് A+, ബയോളജി A+. ഫുൾ ചാപ്റ്റർ വൈസ് തിയറി, ചാപ്റ്റർ വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ വൈസ് എൻട്രൻസ് ക്വസ്റ്റ്യൻസ്. അടിപൊളിയായിട്ടുള്ള ഷുവർ A+ ബുക്കാണ്. താഴെ കൃത്യമായി നിങ്ങൾക്ക് മൊബൈൽ നമ്പർ കാണാം. ആ മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, സോ ഗൈസ്, ഇവിടെ കാണുന്ന ഈ ഒരു പിക്ചർ കണ്ടോ നിങ്ങൾ ഇപ്പം തന്നെ എന്ത് ചെയ്യാന്നറിയോ? നിങ്ങളുടെ HSCAP എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക. ജസ്റ്റ് ഗൂഗിളിൽ ചെന്നിട്ട് HSCAP എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വരുന്നൊരു സൈറ്റ് ഉണ്ടാവും, hscap.gov.in, government.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ഒരു ഓപ്ഷൻ കാണാം. ആ കാൻഡിഡേറ്റ് ലോഗിനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ്റെ യൂസർ നെയിം, പാസ്വേഡും ഡിസ്ട്രിക്റ്റും കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഒരു ഇൻ്റർഫേസ് ആണോ വരുന്നത്. സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ ഈസ് ഫൈനലി കൺഫേം, application will be considered for allotment എന്ന് പച്ച നിറത്തിലാണോ വരുന്നത്? എങ്കിൽ നീ രക്ഷപ്പെട്ടു, നിനക്ക് സേഫ് ആയിരിക്കാം, നിനക്ക് സന്തോഷത്തോടെ കിടന്നുറങ്ങാം. കാരണം നിന്റെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നിരിക്കും. നീ ഗ്രീനിലാണുള്ളത്. അതായത് നിന്റെ ആപ്ലിക്കേഷൻ നീയാണോ കൊടുത്തത്, അല്ലെ നീ അക്ഷയയിൽ ഏൽപ്പിച്ചതാണോ, മറ്റാരെങ്കിലും ഏൽപ്പിച്ചതാണോ, അവർ കൃത്യമായി നിൻ്റെ അലോട്ട്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായി എന്നുള്ളത് നമുക്ക് ട്രയൽ വന്നാലേ മനസ്സിലാവുള്ളൂ. നിൻ്റെ അലോട്ട്മെൻറ്റ് അവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവർ ചെയ്ത് കഴിഞ്ഞത് കൊണ്ടാണ് ഫൈനലി കൺഫേംഡ് അപ്ലിക്കേഷൻ വിൽ ബി കൺസിഡേർഡ് ഫോർ അലോട്ട്മെൻറ്റ്. അലോട്ട്മെൻറ്റിന് വേണ്ടി നിന്നെ പരിഗണിച്ചിരിക്കും. സോ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുമ്പോൾ നിന്നെ പരിഗണിച്ചിരിക്കും. അപ്പോൾ ആരാ സാറേ പരിഗണിക്കാത്തത്? എടാ, കാൻഡിഡേറ്റ് ലോഗിൻ നീ ഇപ്പോൾ തന്നെ ഓപ്പൺ ആക്കുക. അവിടെ ചുവന്ന നിറത്തിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പച്ച നിറത്തിൽ തന്നെ ആയിക്കോട്ടെ, അല്ലെ ഡാർക്ക് ബ്ലൂ കളറിലായിക്കോട്ടെ, അപ്ലിക്കേഷൻ ഈസ് നോട്ട് ഇനീഷ്യേറ്റഡ് എന്നാണെങ്കിൽ, തുടങ്ങിയിട്ടില്ല, അപ്ലിക്കേഷൻ നോട്ട് ഇനീഷ്യേറ്റഡ്, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ നിൻ്റെ ആപ്ലിക്കേഷൻ ഇതുവരെ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് കാണുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് നീ എവിടെയാണോ ഏൽപ്പിച്ചത് അവരോട് വിളിച്ച് ചോദിക്കുക, നിങ്ങൾ എൻ്റെ അലോട്ട്മെൻറ്റ് ചെയ്തില്ലേ? അവർ പറയും ഇപ്പം ചെയ്തു തരട്ടോ, അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് പേരുടെ ഇത് ചെയ്യാനുണ്ടത്, വൈകുന്നേരം ആകുമ്പോഴേക്ക് ചെയ്യും. അങ്ങനെയൊക്കെ നിനക്ക് സമാധാനിക്കാം. പക്ഷേ മെയ് 20-ാം തീയതി ഉച്ചയുടെ തൊട്ട് മുന്നേ ആയിട്ട് അത് ചെയ്തിരിക്കണം. മെയ് 20-ാം തീയതി ഉച്ചയാകുമ്പോൾ പിന്നെ സൈറ്റൊക്കെ ഹാങ് ആയി വൈകുന്നേരം 5 മണി വരെ ഉണ്ടല്ലോ എന്ന് പറയാൻ നിൽക്കണ്ട. മെയ് 20-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആണ്, അതിനുള്ളിൽ കൊടുത്താൽ മതി. പക്ഷേ നീ ഏൽപ്പിച്ച അക്ഷയ സെൻ്ററാണോ, CSC സെൻ്ററാണോ, ഏതെങ്കിലും ജനമൈത്രി സെൻ്ററാണോ, അല്ലെങ്കിൽ എന്നെ പോലുള്ള ഇൻഡിവിജ്വൽ സെൻ്ററുകളെയാണോ നീ ഏൽപ്പിച്ചത് എങ്കിൽ നീ നിർബന്ധമായിട്ടും വിളിച്ച് ചോദിക്കണം. ഇവിടെ ആപ്ലിക്കേഷൻ ഈസ് നോട്ട് ഇനീഷ്യേറ്റഡ് എന്നാണ് കാണുന്നതെങ്കിൽ നീ വിളിച്ച് ചോദിച്ചിരിക്കണം. ഇനി ഇതുപോലെ ഫൈനലി കൺഫേംഡ് എന്നാണ് കാണുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ചിലപ്പോൾ കയ്യിൽ തന്നിട്ടുണ്ടാവും. അത് കയ്യിൽ തന്നില്ലെങ്കിൽ ആ പ്രിൻ്റ് നിന്നോട് അയച്ചു തരാൻ വേണ്ടി പറയണം കേട്ടോ. ചെയ്ത ആ ഡോക്യുമെൻ്റ് നിൻ്റെ നമ്പറിലേക്ക് അയച്ചു തരാനും നിൻ്റെ യൂസർ നെയിം എന്താണെന്നും നിൻ്റെ പാസ്വേഡ് എന്താണെന്നും കൃത്യമായി ചോദിക്കുകയും വേണം. ആ ഒരു അയച്ചു തരുന്ന പ്രിൻ്റ് ഔട്ടിൽ യൂസർ നെയിമായിട്ട് അവർ തരുന്ന നമ്പർ ഉണ്ടല്ലോ, ഒരു 6-7 സംഖ്യയുള്ള ഒരു നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ തന്നെയാണ് പ്രിൻ്റ് ഔട്ടിൽ കാണുന്ന ആപ്ലിക്കേഷൻ നമ്പർ ആയിരിക്കും. അത് രണ്ടും സെയിം ആണെന്നും കൂടി ചെക്ക് ചെയ്യട്ടോ. പിന്നെ അവർ തരുന്നൊരു കോമൺ പാസ്വേഡ് ഉണ്ട്. പറ്റുമെങ്കിൽ ആ പാസ്വേഡ് ചേഞ്ച് ചെയ്താളോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പണി തന്നാലോ. ഓക്കെ, സോ ആരെയാണ് ട്രയൽ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്താക്കുക? ഇതുപോലെ കാണാത്തവരെ പുറത്താക്കിയിരിക്കും. സോ വളരെ പെട്ടെന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ കാൻഡിഡേറ്റ് ലോഗിനിൽ കയറിയിട്ട് ലോഗിൻ ചെയ്യുക. HSCAP വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ, ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ അല്ല കേട്ടോ, വെറും കാൻഡിഡേറ്റ് ലോഗിൻ എന്ത് ചെയ്യുക? അതും കുറേ മൊയന്തലുണ്ടാവും. നോക്കിക്കോ,
ഇത് പിക്ചറാണല്ലോ അല്ലേ. ചില ആൾക്കാർ അങ്ങനെ ഉണ്ടാവും, സാറേ അതെനിക്ക് മനസ്സിലായില്ല എന്ന് പറയും. സാർ ഏത് സൈറ്റാണ് നിൽക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. HSCAPൻ്റെ വെബ്സൈറ്റിൽ ഇതാ നോക്കിക്കേ HSCAPൻ്റെ വെബ്സൈറ്റിൽ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായി കാണാം കാൻഡിഡേറ്റ് ലോഗിൻ ഇതാട്ടോ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചിട്ട് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാം. അങ്ങനെ ലോഗിൻ ചെയ്ത് വരുന്ന ഒരു ഇൻ്റർഫേസ് ഉണ്ടാവില്ലേ, ആ ഇൻ്റർഫേസിൽ അപ്ലിക്കേഷൻ ഈസ് നോട്ട് ഇനീഷ്യേറ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആരും ചെയ്തു തുടങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഈസ് നോട്ട് ഫൈനലി കൺഫേംഡ് എന്നാണെങ്കിൽ, ചുവന്ന നിറത്തിൽ ഫൈനലി കൺഫർമേഷൻ കൊടുത്തിട്ടില്ല, ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ആപ്ലിക്കേഷൻ ഈസ് നോട്ട് ഫൈനലി കൺഫേംഡ് എന്നാണെങ്കിൽ അയാൾ എന്ത് ചെയ്തിട്ടില്ല, നിങ്ങളുടേത് ഫൈനൽ സബ്മിഷൻ നടത്തിയിട്ടില്ല. അങ്ങനെ ഫൈനൽ സബ്മിഷൻ നടത്തിയാൽ മാത്രമേ ആ പച്ച കളറിൽ എന്ത് വരുള്ളൂ, ആപ്ലിക്കേഷൻ ഈസ് ഫൈനലി കൺഫേംഡ്, ട്രയൽ അലോട്ട്മെൻറ്റിന് വേണ്ടി പരിഗണിക്കും. സോ നിർബന്ധമായിട്ടും അതൊന്ന് ചെക്ക് ചെയ്യട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കല്ലേ. ഇനിയും സംശയങ്ങൾ ഒരുപാട് വരും, അതൊക്കെ നിങ്ങളുടെ സംശയങ്ങളാണ് വീഡിയോയിലൂടെ പറയുന്നത്. ഓക്കെ, അതൊക്കെ ഇവിടെ കിട്ടും. അലോട്ട്മെൻറ്റിൻ്റെ അപ്ഡേറ്റുകൾ അറിയിക്കുന്ന കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.